ഹലോ. ഇന്ന് ഞങ്ങൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് പെങ്ങളെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. പെങ്ങളെ വീട്ടിൽ പോണ വഴിക്കാണ് നമ്മളെ ഈങ്ങാപ്പുഴ എത്തുന്നതിൻ്റെ മുന്നേ. കറക്റ്റ് ആ സ്ഥലത്തിൻ്റെ പേര് പറയാൻ എനിക്ക് ഓർമ്മയില്ല. അവിടെ ഇങ്ങനെ നല്ലൊരു ആംബിയൻസിൽ കുറേ ആളുകൾ കൂടി നിൽക്കാണ്ട് ഞങ്ങളൊന്ന് പോയി നോക്കി. അപ്പോഴാണ് അവിടെ ഉപ്പിലിട്ടത് ഐശ്വര്യത്തിൽ നമ്മളെ ബീച്ചിൽ പോയ മാതിരിയുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഫാമിലീസൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ ഐശ്വര്യ കിട്ടുന്നുണ്ട്, ഉപ്പിലിട്ടുന്നുണ്ട്, പിന്നെ പുക വാർന്നുണ്ട്, മൊയ്റ്റോസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്ന് ഐശ്വര്യം വാങ്ങി അവിക്ക് ഇത് മതി എന്ന് പറഞ്ഞാൽ ഈ പുക പാറുന്ന ഇതൊരു ബ്ലൂബെറി മൈറ്റോസ് എന്നാണ് അവർ പറഞ്ഞത്. എന്താണ് ആ പുക പാറുന്നതെന്നൊന്നും ഓർമ്മയില്ല. നല്ലതാണോ എന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. നോമ്പ് തുറന്ന അവിടെ കഴിക്കുന്നതൊന്നും നല്ലതല്ല എന്നും അറിയാം. പക്ഷെ എന്നാലും കാണുന്നേരം കഴിക്കാതിരിക്കാൻ തോന്നൂലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ഒരു ഐശ്വര്യത്തൊക്കെ വാങ്ങി കഴിച്ച് മൊജിറ്റോസൊക്കെ വാങ്ങി. അപ്പോഴാണ് അതിൻ്റെ മറ്റേ സൈഡിൽ നിറയെ പൈനാപ്പിൾ മാങ്ങയൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ട് കണ്ടപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതിന് ഭയങ്കര എരിവാണെന്ന്. അപ്പോൾ അച്ഛനും അബിക്ക് അതെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ പറ്റുന്നു. അപ്പോൾ എരിവ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അവരോട് വാങ്ങിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് വാങ്ങിയേ പറ്റുന്നു. അപ്പോൾ 2 പൈനാപ്പിൾ വാങ്ങിയിട്ടോ. പൈനാപ്പിൾ വാങ്ങി കഴിച്ചു. പക്ഷേ ഒരു രക്ഷയില്ലാത്ത എരിവെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവ്. എന്താണ് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് ഓർമ്മയില്ല. മുളകൊക്കെ തന്നെയാണ് കാണുന്നത്. പക്ഷെ നല്ല എരിവുണ്ട്. എരിവ് ഇഷ്ടമുള്ള ആളുകൾക്ക് നല്ല ഇങ്ങനെ കിട്ടും. പൈനാപ്പിൾ വാങ്ങി കഴിച്ച് എരിവ് വാങ്ങിക്കാനായിട്ട് അവസാനം അവർക്ക് വേറെ എന്തെങ്കിലും അത്ര എരിവായിരിക്കും. അങ്ങനെ പിന്നെ തൊട്ടപ്പുറത്ത് നോക്കണവരുണ്ട്. അവിടെ മറ്റേതാണ് കുലുക്കി സർവത്തിൻ്റെ അങ്ങനെ 3 ഏരിയ ആയിട്ടായിട്ടുള്ളത്. ഉപ്പിലിട്ടത് ഒരു ഏരിയ, ഉപ്പും മുളകും പുരട്ടി വെച്ചത് ഒരു ഐറ്റംസ്, അങ്ങനെ പിന്നെ മൊജിറ്റോസ് വേറെ, ഐശ്വര്യത വേറെ, അങ്ങനെയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ചെറിയ ലൈറ്റ് മ്യൂസിക്കൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് അബി ഒരു ബൂസ്റ്റിൻ്റെ കുലുക്കി സർവത്ത് പറഞ്ഞത് മാറ്റാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുടിച്ചു. ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ എത്രയുള്ള പേര് റൂട്ടിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി വെക്കുക. നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആണെങ്കിൽ മാത്രം ഒന്ന് കയറി നോക്കുക. കാരണം അത് നമ്മൾ അധികം കഴിക്കാൻ പറയാൻ പറ്റില്ല. നല്ല നോമ്പ് തുറന്നിങ്ങനെ സോഡ ഐറ്റംസ് ഒന്നും കഴിക്കരുത് നല്ല. പക്ഷേ ഇതിൽ സോഡ ഒന്നുമില്ല കേട്ടോ. നമ്മൾ കഴിച്ചാൽ കുലുക്കി സർവത്തും അതുപോലെ തന്നെ ഐശ്വര്യതയാണ് കേട്ടോ. ഐശ്വര്യത എവിടെ കണ്ടാലും ഒന്ന് കഴിക്കാണ്ട് പോകുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം ബീച്ചിലൊക്കെ പോകണത് തന്നെ ആകെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ.